വേൾഡ് ഇൻഫോ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ജൂൺ 2022 നടക്കാൻ പോകുന്ന കേരള PSCയുടെ പരീക്ഷ ഡീറ്റെയിൽസ് ആണ്. ഏതൊക്കെ പരീക്ഷകളാണ് ജൂണിൽ നടക്കാൻ പോകുന്നത്, ഏതൊക്കെ പരീക്ഷകളാണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതാത് പരീക്ഷകൾക്ക് കൺഫർമേഷൻ നൽകേണ്ടതുണ്ട്. 1-ാം തീയതി ജൂൺ ബുധനാഴ്ച അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സോഷ്യൽ സ്റ്റഡീസ് കാറ്റഗറി നമ്പർ 020/2020 മൊത്തം 34 പേരാണ് ഈ പരീക്ഷ എഴുതുവാൻ പോകുന്നത്. 11/4/2022 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ്. 18/5/2022 മുതൽ നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. 2/6/2022 വ്യാഴാഴ്ച അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മ്യൂസിക് 301/2019 മൊത്തം 73 പേരാണ് ഈ പരീക്ഷ അപ്പിയർ ചെയ്യുന്നത്. 19/5/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ജൂൺ 3-ാം തീയതി വെള്ളിയാഴ്ച ലീഗൽ അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് കാറ്റഗറി നമ്പർ 067/2020 മൊത്തം 179 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 11/4/2022 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ്. 20/5/2022 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 3-ാം തീയതി ജൂൺ വെള്ളിയാഴ്ച ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ലോ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ളതാണ്. കാറ്റഗറി നമ്പർ 478/2020 മൊത്തം 4297 പേരാണ് ഈ പരീക്ഷയിൽ അപ്പിയർ ചെയ്യുന്നത്. 20/5/2022 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 3-ാം തീയതി ജൂൺ വെള്ളിയാഴ്ച ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ലോ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് 479/2020 മൊത്തം 46 പേരാണ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 11/4/2022 വരെ നിങ്ങൾക്ക് സ്ഥിരീകരണം നൽകാവുന്നതാണ്. 20/5/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 3/6/2022 വെള്ളിയാഴ്ച ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ലോ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കാറ്റഗറി നമ്പർ 480/2020 മൊത്തം 279 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 20/5/2022 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. 4-ാം തീയതി ജൂൺ ശനിയാഴ്ച സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 039/2020 എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ എക്സാം നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺഫർമേഷൻ 11/4/2022 കൊടുക്കുകയും 21/5/2022 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. 6-ാം തീയതി ജൂൺ തിങ്കളാഴ്ച മെക്കാനിക് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള കാറ്റഗറി നമ്പർ 414/2019 മൊത്തം 8613 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. അവർക്ക് 23/5/2022 മുതൽ അവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 7-ാം തീയതി ജൂൺ ചൊവ്വാഴ്ച ജൂനിയർ ഇൻസ്ട്രക്ടർ ഫാഷൻ ഡിസൈൻ ടെക്നോളജി കാറ്റഗറി നമ്പർ 332/2019 മൊത്തം 81 പേരാണ് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. അവർക്ക് 24/5/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 8-ാം തീയതി ജൂൺ ബുധനാഴ്ച ഡെപ്യൂട്ടി എഞ്ചിനീയർ സിവിൽ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് ജനറൽ കാറ്റഗറിയാണ് പാർട്ട് 1 കാറ്റഗറി നമ്പർ 216/2021 മൊത്തം 1585 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 25/5/2022 മുതൽ അവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 8-ാം തീയതി ജൂൺ ബുധനാഴ്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡ്രോളജി ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. കാറ്റഗറി നമ്പർ 387/2021 മൊത്തം 28,740 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 25/5/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. SL നമ്പർ 10ഉം 11ഉം കോമൺ ടെസ്റ്റ് ആയിരിക്കും. 9/6/2022 വ്യാഴാഴ്ച അക്കൗണ്ട്സ് ഓഫീസർ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് NCA നോട്ടിഫിക്കേഷൻ പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. കാറ്റഗറി നമ്പർ 040/2020 ഈഴവ തീയ ബില്ലവ 10 ആളുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 26/5/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 11-ാം തീയതി ജൂൺ 2022 ശനിയാഴ്ച SSLC ലെവൽ കോമൺ എക്സാം 2022 സ്റ്റേജ് 3 വരാൻ പോവുകയാണ്. 2,11,616 പേരാണ് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. 15-ാം തീയതി ജൂൺ ബുധനാഴ്ച ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 418/2020 കോഴിക്കോട് മൊത്തം 44 പേരാണ് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. ഇവർക്ക് 1/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 15-ാം തീയതി ജൂൺ ബുധനാഴ്ച ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 254/2021 എല്ലാ ജില്ലകളിലെ ആളുകൾ ഒരുപാട് പേര് ഈ എക്സാം എഴുതുന്നുണ്ട്.
അവർക്കും 1/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. കോമൺ ടെസ്റ്റ് ആണ് SL നമ്പർ 14, 15. 16 തീയതി ജൂൺ വ്യാഴാഴ്ച സൂപ്രണ്ടിന്റെ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. 270/2020 കാറ്റഗറി നമ്പർ. മൊത്തം 2249 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 2/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 18 തീയതി ജൂൺ ശനിയാഴ്ച തഹസിൽദാർ സീനിയർ സൂപ്രണ്ടന്റ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാറ്റഗറി നമ്പർ 566/2021 മൊത്തം 44,012 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 4/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 19/6/2022 ഞായറാഴ്ച SSLC ലെവൽ സ്റ്റേജ് 4 എക്സാം നടക്കാൻ പോവുകയാണ്. 2,11,614 പേരാണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. 21/6/2022 ചൊവ്വാഴ്ച പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ 186/2020 മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കാണ്. മൊത്തം 129 പേരാണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. അവർക്ക് 7/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 21/6/2022 ചൊവ്വാഴ്ച ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ 255/2021 എല്ലാ ജില്ലയിലെ ആളുകളും ഒരുപാട് പേര് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്നുണ്ട്. അവർക്ക് 7/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. SL നമ്പർ 19, 20 കോമൺ ടെസ്റ്റ് ആണ്. 28/6/2022 ചൊവ്വാഴ്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് കാറ്റഗറി നമ്പർ 124/2021 മൊത്തം 33,756 കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. 14/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 29/6/2022 ബുധനാഴ്ച അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അനസ്തേഷ്യോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാറ്റഗറി നമ്പർ 234/2021 മുസ്ലിം കാൻഡിഡേറ്റ്സ് ആണ്. മൊത്തം 32 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 15/6/2022 മുതൽ അവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 29 തീയതി ജൂൺ 2022 ബുധനാഴ്ച PD ടീച്ചർ മെയിൽ ഓൺലി ജയിലുകളിലേക്കുള്ളതാണ്. കാറ്റഗറി നമ്പർ 509/2021 മൊത്തം 3,368 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 11/4/2022 വരെ കൺഫർമേഷൻ കൊടുത്ത എല്ലാ ആളുകൾക്കും അവർ പ്രൊഫൈൽ വഴി 15/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 30/6/2022 വ്യാഴാഴ്ച ഫോർമാൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് കാറ്റഗറി നമ്പർ 134/2019 മൊത്തം 670 പേരാണ് ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 16/6/2022 മുതൽ അവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 30/6/2022 വ്യാഴാഴ്ച അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ ദ കേരള സെറാമിക്സ് ലിമിറ്റഡിലേക്ക് കാറ്റഗറി നമ്പർ 322/2019 മൊത്തം 1,360 പേരാണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. 16/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 30/6/2022 വ്യാഴാഴ്ച അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കാറ്റഗറി നമ്പർ 132/2020 മൊത്തം 21,817 പേരാണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. 16/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 30/6/2022 വ്യാഴാഴ്ച അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിലേക്ക് കാറ്റഗറി നമ്പർ 329/2020 മൊത്തം 13,086 പേരാണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. അവർക്ക് 16/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. 30/6/2022 വ്യാഴാഴ്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പബ്ലിക് വർക്ക്സ് ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാറ്റഗറി നമ്പർ 476/2020 മൊത്തം 19,713 ആളുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. 16/6/2022 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. കോമൺ ടെസ്റ്റ് ആണ്. SL നമ്പർ 24 തൊട്ട് 28 വരെ. ഇത്രയും പരീക്ഷകളാണ് ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്നത്. ഈ പരീക്ഷകളുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.